നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരും വ്യവസായിയുമായ മാമി എന്ന് വിളിക്കുന്ന ആട്ടൂർ മുഹമ്മദ് എന്ന വ്യവസായിയുടെ തിരോധാനവും ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു വർഷം മുൻപ് കാണാതായ മാമിയെ കണ്ടെത്താനായി CBI എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതോടെ കുടുംബവും പ്രതീക്ഷയിലാണ്. അതിനിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പോലീസും കസ്റ്റംസും ഒത്തുകളിച്ച് ചെയ്ത പല സ്വർണ്ണവേട്ടയുടെയും ഇരയാണ് മാമിയെന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ചർച്ചകൾ ഉയരുന്നുണ്ട്. നിലമ്പൂർ MLA PV അൻവർ പോലീസിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലിൽ ഒരു പ്രധാന വിഷയമായി പറഞ്ഞ കാര്യമാണ് കോഴിക്കോട്ടെ മാമിയുടെ തിരോധാനം. കഴിഞ്ഞ ഒരു വർഷമായി കാണാമറയത്തുള്ള മാമി സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് മാമിയെ കാണാതായത് എന്ന് അൻവർ പറയുന്നുണ്ട്. ADGP MR അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകുമെന്നും അൻവർ പറയുന്നു. SP സുജിത് ദാസിന് കസ്റ്റംസിലുള്ള ബന്ധം ഉപയോഗിച്ചാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ഈ വെളിപ്പെടുത്തലോടെയാണ് മാമിയുടെ തിരോധാനം വലിയ ചർച്ചയായത്. ഈ കേസ് CBIക്ക് കൈമാറാൻ കേരള പോലീസിൽ ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CBI എത്തുമെന്ന് ഉറപ്പാണ്. മാമിക്ക് ഉന്നത തലത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ടായിരുന്നുവെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം അറിയാതെ കോഴിക്കോട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടക്കില്ല എന്നാണ് പറയുന്നത്. ആഡംബര വാഹനങ്ങളുടെ വിൽപ്പന, സ്വർണ്ണ വ്യാപാരം തുടങ്ങിയ നിരവധി കാര്യങ്ങളായി കോഴിക്കോട് മുതൽ മുംബൈ വരെ നീണ്ടുകിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശൃംഖല എന്നാണ് പറയുന്നത്. അതേസമയം ബിസിനസ്സിൽ അങ്ങേയറ്റം സത്യസന്ധനുമായിരുന്നു മാമി എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ജ്വല്ലറികൾക്ക് സ്വർണം സപ്ലൈ ചെയ്യുന്ന കമ്മീഷൻ ഏജന്റായും മാമി പ്രവർത്തിച്ചതായി പറയുന്നു. ഇതുവഴിയാണ് അദ്ദേഹത്തിന് PV അൻവർ പറയുന്നത് പോലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധം വരുന്നത് എന്നും പറഞ്ഞു കേൾക്കുന്നു. സ്വർണ്ണ ബിസിനസ്സിനിടയിലെ പല തർക്കങ്ങളും മാമി ഇടപെട്ടാണ് പരിഹരിച്ചതത്രേ. അതിനിടെയാണ് കോഴിക്കോട്ട് ഒരു 100 കിലോ സ്വർണം കാണാതായതായി അഭ്യൂഹം പരക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രശ്നമാണോ മാമിയുടെ തിരോധാനത്തിന് പിന്നിലെന്നും അറിയില്ല. അന്വേഷണം ഈ വഴിക്ക് നീങ്ങണം എന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആവശ്യം. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പരിസരത്ത് വെച്ച് മുൻ SP സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം സ്വർണം പിടികൂടുന്നത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ്. പൊതുപ്രവർത്തകനും മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റുമായ KM ബഷീർ ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് നേരിട്ട് ഇടപെടാൻ പാടില്ലെന്നും പോലീസ് സ്വർണം പിടിച്ചാൽ കസ്റ്റംസിന് കൈമാറണമെന്നുമാണ് നിയമം. എന്നാൽ പിടിച്ചെടുത്ത സ്വർണം നേരിട്ട് കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത്. പിടിച്ചെടുക്കുന്ന സ്വർണത്തിൽ നിന്നും ഒരു ഭാഗം മാറ്റിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. സ്വർണം കൊണ്ടോട്ടിയിലുള്ള ഉണ്ണി എന്ന സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടാണ് ഉരുക്കിക്കുന്നത്. 1 കിലോ സ്വർണമാണ് പിടിച്ചതെങ്കിൽ കോടതിയിൽ കെട്ടിവെക്കുമ്പോൾ 300 ഗ്രാമോളം കുറവുണ്ടാകും. സ്വർണം ഉരുക്കുന്ന ഉണ്ണി ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്. ഇതിൽ സുജിത് ദാസിനും പങ്കുണ്ട്, KM ബഷീർ ആരോപിക്കുന്നു. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിയപ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് നിയന്ത്രിച്ചുവെന്നും ബഷീർ ആരോപിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് സുജിത് ദാസ് അടങ്ങുന്ന സംഘം തട്ടിയെടുത്തത്. രാത്രി 10 മണിക്ക് ശേഷം കരിപ്പൂർ എയർപോർട്ട് റോഡിലെ കടകൾ അടച്ചിടണമെന്ന് സുജിത് ദാസ് ഉത്തരവിറക്കിയത് കള്ളക്കടത്ത് സുഗമമാക്കാനാണെന്നും പരാതിയിൽ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ കടകൾ അടക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നറിയിച്ച് പരാതി തള്ളുകയായിരുന്നുവെന്നും ബഷീർ പറഞ്ഞു. നേരത്തെ രാമനാട്ടുകരയിൽ വാഹനാപകടത്തിൽ 5 പേർ മരിച്ച സംഭവവും അന്വേഷിക്കണമെന്ന് ബഷീർ പരാതിയിൽ പറഞ്ഞിരുന്നു. ഈ വെളിപ്പെടുത്തൽ വന്നതോടെയാണ് മാമിയുടെ മരണത്തിന് പിന്നിലും സ്വർണ്ണക്കടത്ത് സംഘമാണോ എന്ന ആരോപണം ബലപ്പെട്ടത്. ADGP അജിത് കുമാറിനു വരെ ബന്ധമുള്ള ഈ സംഘമാണ് മാമിയെ കൊന്നുകളഞ്ഞത് എന്ന് സംശയിക്കുന്നതായി PV അൻവർ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കുപ്രസിദ്ധ കുറ്റവാളി കാക്ക രഞ്ജിത്ത് പണം വാങ്ങി, പോലീസിന് സമാന്തരമായി അന്വേഷണവും നടത്തിയെന്ന ആക്ഷേപവും മാമിയുടെ തിരോധാനത്തിനു ശേഷവും ഉയർന്നിരുന്നു. തങ്ങൾ ആർക്കും പണം നൽകിയിട്ടില്ലെന്ന് പിന്നീട് കുടുംബം വ്യക്തത വരുത്തി. മാമിയുടെ ചില ജീവനക്കാരെ ചുറ്റിപ്പറ്റിയും ഊഹാപോഹങ്ങൾ ഉയർന്നു. 2 ആഴ്ച മുൻപ് മാധ്യമം ദിനപത്രം മാമിയെ കാണാതായി 1 കൊല്ലമായപ്പോൾ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. കോടികൾ ആസ്തിയുണ്ടെന്ന് പറയുന്ന മാമിക്ക് 4 ഭാര്യമാരുണ്ട്. പക്ഷേ എല്ലാ കുടുംബാംഗങ്ങളും ഒരേ മനസ്സോടെയാണ് ഇപ്പോൾ അന്വേഷണ ആവശ്യവുമായുള്ളത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഇന്ത്യൻ റുപ്പി
പുത്തൻ പണം, ലോഹം എന്നീ ചിത്രങ്ങളിലെ ചില കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് മാമിയെ കണ്ടിട്ടാണെന്ന ഒരു വാർത്തയും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ സിനിമാറ്റിക്കായി പോയി പിന്നീട് മാമിയുടെ ജീവിതവും. ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.